9th മാത്തമാറ്റിക്സ് സെക്കൻഡ് ടേം സാമ്പിൾ പ്രാക്ടീസ് പേപ്പറിൻ്റെ രണ്ടാം പാർട്ട് വീഡിയോ ആണിത്. ആദ്യമായിട്ട് വീഡിയോയിൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 11th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 18 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ ആൻഡ് 14 സെൻറ്റിമീറ്റർ. സൈഡ്സ് 18, 10, 14 ആയ എസ് കാണുന്ന ഇക്വേഷൻ. എസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പെരിമീറ്റർ ബൈ 2 ആണ്. തന്നിരിക്കുന്ന സൈഡുകളൊക്കെ ആഡ് ചെയ്യുക, ബൈ 2 എടുക്കുക, 21 കിട്ടും. ഏരിയ കാണുന്ന ഇക്വേഷൻ ഹെറോൺസ് ഇക്വേഷനാണ് യൂസ് ചെയ്യുക. സൈഡ് തന്നിരുന്നാൽ ഹെറോൺസ് ഫോർമുലയാണ് യൂസ് ചെയ്യുക. എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ആദ്യം എസ് 21 എഴുതുക, പിന്നെ 21 18 മൈനസ് ചെയ്തത്, പിന്നെ 21 10 മൈനസ് ചെയ്തത്, പിന്നെ 21 14 മൈനസ് ചെയ്തത്. അതായത് ഈ 21 ഓരോ സൈഡും മൈനസ് ചെയ്തത് നമ്മളവിടെ ഇൻറ്റു ചെയ്യുക. എല്ലാം കൂടെ ഇൻറ്റു ചെയ്തിട്ട് റൂട്ട് കാണുവാണ്ട് വേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻറ്റു ചെയ്യാതെ തന്നെ അതിനെ ഫാക്ടേഴ്സ് ആക്കുന്നു. 21 ആദ്യത്തെ നമ്മൾ 21, പിന്നെ 21 18 മൈനസ് ചെയ്താൽ 3 വരും. അതുപോലെ 21 10 മൈനസ് ചെയ്താൽ 11 വരും. നമുക്കിവിടെ 21 7 ഇൻറ്റു 3 എന്ന് മാറ്റി എഴുതാം. പിന്നെ ഇവിടെയുള്ള 3 അങ്ങനെ തന്നെ എഴുതാം. 11 അത് ഫാക്ടേഴ്സ് ആക്കാൻ പറ്റില്ല, പ്രൈം നമ്പറാണ്. 7ഉം പ്രൈം നമ്പറാണ്, അതും അങ്ങനെ തന്നെ എഴുതാം. 21 മാത്രം മാറ്റിയിട്ട് 7 ഇൻറ്റു 3 എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ ഒരു 7 ഉണ്ട്, ഇവിടെ ഒരു 7 ഉണ്ട്. അത് റൂട്ടിനുള്ളിലായതുകൊണ്ട് റൂട്ടിൻ്റെ ഒരെണ്ണം പുറത്തേക്ക് വരും. 3ഉം 3ഉം രണ്ടെണ്ണം ഉണ്ട്, അപ്പോൾ ഒരെണ്ണം പുറത്തേക്ക് വരും. റൂട്ട് 11 മാത്രം ഉള്ളിൽ ബാക്കിയാവും. അതായത് 11 എന്തില്ല, പെയറില്ല. പെയറിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് ഒരെണ്ണത്തിന് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ 7 ഇൻറ്റു 3 21 റൂട്ട് 11 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഏരിയ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എ ബി സി ഡി ഈസ് 8 സെൻറ്റിമീറ്റർ. ഡയഗണൽ എ സി ഈസ് ഓൺ ദ നമ്പർ ലൈൻ ആൻഡ് ദ ഡയഗണൽസ് ഇൻ്റർസെക്റ്റ് അറ്റ് ദ പോയിന്റ് ഷോസ് ദ നമ്പർ 0. നോക്കി, നമ്മുടെ ഡയഗണലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 0 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇതിൻ്റെ ഇവിടെ എ എന്നുള്ളതിലും ബി സി എന്നുള്ളത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു സംഭവം, പെരിമീറ്റർ 8 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ 8 എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഇവിടെ 2 ആയിരിക്കും, ഇവിടെയും 2 ആയിരിക്കും, ഇവിടെയും 2 ആയിരിക്കും, ഇവിടെയും 2 ആയിരിക്കും. എല്ലാ സൈഡും എന്താ ഉണ്ടാവുക, 2 ആണ് ഉണ്ടാവുക. പെരിമീറ്റർ 8 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് 4 ഇൻറ്റു 2 ആണ് 8. 4 ഇൻറ്റു സൈഡാണ് പെരിമീറ്റർ. അപ്പോൾ സൈഡ് 2 എന്ന് കിട്ടും. സൈഡ് 2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്ക്വയറിൻ്റെ എല്ലാ സൈഡും 2 ആണ്. 2 ആണെന്ന് മാത്രമല്ല, നമുക്കറിയാം ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുത്താൽ 2 2 2 റൂട്ട് 1 ഡയഗണലിൽ വരിക. കാരണം ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇവിടെ 90 ഡിഗ്രിയാണ് വരിക. അപ്പോൾ 2 2 2 റൂട്ട് 2 എന്നത് 45 45 90. ആ റേഷ്യോ പ്രകാരം ഈ ഡയഗണൽ ലെങ്ത്ത് 2 റൂട്ട് 1 വരിക. അപ്പോൾ ഇവിടെ നടുക്ക് 0 ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് റൂട്ട് 2 ആയിരിക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് റൂട്ട് 2 ആയിരിക്കും. ഒരേ ലെങ്ത്താണ് ഉണ്ടാവുക. പക്ഷേ 0ൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമ്മൾ നെഗറ്റീവ് 2 ആയിട്ടും ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ തന്നെ പോസിറ്റീവ് റൂട്ട് 2 ആയിട്ടും ഡിനോട്ട് ചെയ്യും. എ സി എന്ന് പറയുന്നത് 2 റൂട്ട് 2 ആണ്. അതിൻ്റെ വാല്യൂ ചോദിക്കുന്നുണ്ട്. 2 ഇൻറ്റു 1.41 ആണ് എ സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അത് ഇൻറ്റു ചെയ്താൽ 2.82 കിട്ടും. അതുപോലെ സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിൽ നമുക്ക് എൻ്റെയും ബീൻ്റെയും വാല്യൂ മാത്രമേ കാണുള്ളൂ. ഞാനത് 10th കോർഡിനേറ്റ് കാണുന്ന പോലെ ആക്കിയിട്ട് എഴുതി പോയതാണ് ഫസ്റ്റ്. അപ്പോൾ എ ഈക്വൽ ടു -√2ഉം ബി ഈക്വൽ ടു √2 ആണ് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ, പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് എ പോളിനോമിയൽ ഇൻ വിച്ച് പി ഓഫ് 1 ഈക്വൽ ടു 0 ആൻഡ് പി ഓഫ് -1 ഈക്വൽ ടു 8. വാട്ട് ഈസ് എ പ്ലസ് ബി പ്ലസ് സി? വാട്ട് ഈസ് എ പ്ലസ് സി? വാട്ട് ഈസ് ബി? അപ്പോൾ ഇത് നല്ല സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ തന്നിരിക്കുന്ന ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആൻസേഴ്സ് കിട്ടും. ഫസ്റ്റ് നമ്മൾ പി ഓഫ് 1 ഈക്വൽ ടു 0. പി ഓഫ് 1 ഈക്വൽ ടു 0 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒന്നാമത്തെ ആൻസറായ എ പ്ലസ് ബി പ്ലസ് സി കിട്ടുന്നുണ്ട്. അപ്പം നോക്കാം. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. പി ഓഫ് 1 ഈക്വൽ ടു 0 തന്നിട്ടുണ്ട്. പി ഓഫ് 1 ഈക്വൽ ടു 0 തന്നതുകൊണ്ട് തന്നെ ഈ 1 എക്സിൻ്റെ പ്ലേസിലൊക്കെ 1 കൊടുക്കും. അപ്പോൾ എ ഇൻറ്റു 1 സ്ക്വയർ, എ ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 1, അതായത് എക്സിൻ്റെ പ്ലേസിലൊക്കെ 1 കൊടുക്കുക. അതായത് പി ഓഫ് 1 എന്ന് പറയുമ്പോൾ പി ഓഫ് എക്സ് ആണല്ലോ ഉള്ളത്. പി ഓഫ് എക്സ് എന്ന് പറയുമ്പം ഇതാണെങ്കിൽ പി ഓഫ് 1 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ സ്പേസ് ഒക്കെ 1 കൊടുത്താൽ മതി. അപ്പോൾ എ ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 1 പ്ലസ് സി ഈക്വൽ ടു 0 വരും. എ ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ ബി. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0 നമ്മുടെ ഒന്നാമത്തെ ആൻസറായി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പി ഓഫ് -1 ഈക്വൽ ടു 8 എന്ന് എടുത്തു കഴിഞ്ഞാൽ പി ഓഫ് -1 എന്ന് പറയുമ്പം 8 ഇൻറ്റു നമ്മുടെ ഇവിടെയുള്ള ക്വസ്റ്റ്യനിലുള്ള എക്സിന് പകരം -1 ഇട്ട് കൊടുക്കാം. എ ഇൻറ്റു -1 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു -1 പ്ലസ് സി ഈക്വൽ ടു 8 എന്ന് കിട്ടും. -1ൻ്റെ സ്ക്വയർ 1 ആവും. അപ്പോൾ എ ബി ഇൻറ്റു -1 മൈനസ് ബി വരും പ്ലസ് സി ഈക്വൽ ടു 8 എന്ന് കിട്ടും.
നമുക്കറിയാവുന്ന കാര്യം നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ a+b+c=0 എന്നും കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തത് a-b+c=8 എന്നും കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷൻ എന്ത് ചെയ്യുക, പ്ലസ് ചെയ്യുക. നമ്മൾ സാധാരണ ഇക്വേഷനിൽ ചെയ്യുന്നത് പോലെ രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ a+b+c=0 പ്ലസ് a-b+c=8. അത് നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ ഈ എയും 2a ആയിട്ട് മാറും. ഇത് പോസിറ്റീവ് ബി ആണ്, ഇത് നെഗറ്റീവ് ബി ആണ്, അത് 0 ആവും. c+c 2c വരും. അങ്ങനെ 2a + 2c = 8 എന്ന് കിട്ടും. ഇതിൽ a2 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ a+c = 8 എന്ന് കിട്ടും. അപ്പോൾ a+c എന്ന് പറയുമ്പോൾ 8, അതായത് ഈ 2 ടൈം a+c ആണ് 8. അപ്പോൾ a+c എന്ന് പറയുമ്പോൾ എന്താണ് കിട്ടുക, 4 ആണ് കിട്ടുക. a+c = 8/2 = 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ a+c എന്ന് പറയുന്ന വാല്യൂ 4 കിട്ടിയിട്ടുണ്ട്. അത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് a+b+c = 0 ആണ്. അപ്പോൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ a+c 4 ആണ്, a+c 4 ആണ്. അപ്പോൾ a+c 4 ആണ്, b -4 ആയാൽ മാത്രമേ അത് 0 ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ബീൻ്റെ വാല്യൂ എന്താണ്, -4 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. Look at the figure carefully. O is the common center and 45 degree is the common central angle of two sectors. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ 45 ഡിഗ്രി ആണ്. Given that OA is to AC. OA എന്ന് പറയുമ്പോൾ OA is to AC. OA is to AC = 2:1 and AC = 1 സെൻറ്റിമീറ്റർ. ഇവിടുന്ന് ഇത്ര വരെ 1 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇത്ര വരെ OA എന്ന് പറയുമ്പോൾ 2 ആണ്, AC എന്ന് പറയുമ്പോൾ 1 ആണ്. AC ഇവിടെ 1 എന്നതുകൊണ്ട് തന്നെ നമുക്ക് അർത്ഥക്കാം ഇവിടുന്ന് ഇത്ര വരെ 2 ആണ്, ഇവിടുന്ന് ഇത്ര വരെ 1 ആണ്. അപ്പോൾ OA 2 ആണ്, OC 3 ആണ് വരിക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ചെറിയ സർക്കിൾ ഉണ്ട്, അതായത് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരക്കുന്ന ചെറിയ സർക്കിളാണ്, അതിൻ്റെ റേഡിയസ് 2 ആണ്. ഇവിടെ വന്നിട്ട് ഇത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരക്കുമ്പോൾ അത് വലിയ സർക്കിളാണ്, അതിൻ്റെ റേഡിയസ് 3 ആണ് കിട്ടുക. വാട്ട് പാർട്ട് ഓഫ് ദ ആംഗിൾ അറൗണ്ട് ദ സെൻട്രൽ ഓഫ് ദ സർക്കിൾ ഈസ് 45 ഡിഗ്രി. 45 ഡിഗ്രി സെൻട്രൽ ആംഗിൾ വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സർക്കിളിൻ്റെ എത്ര പാർട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 45 90 90 ആകുമ്പം തന്നെ അത് 90ൻ്റെ 2 പാർട്ടാണ്. ഇത് 45 വരും. 90 എന്ന് പറയുന്ന സർക്കിളിൻ്റെ 4 പാർട്ടാണ്. അപ്പം 45 8 പാർട്ടായിരിക്കും. അങ്ങനെ നമുക്ക് ആൻസർ എന്ത് ചെയ്യാം, 8 എന്ന് എഴുതാം. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ബോത്ത് സെക്ടേഴ്സ്. 2 സെക്ടറിൻ്റെ നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് 2 ആണ്, അത് 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സി ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ. അപ്പോൾ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ലാർജ് സെക്ടറിൻ്റെ ഏരിയയിൽ നിന്ന് സ്മോൾ സെക്ടറിൻ്റെ ഏരിയ സെപ്പറേറ്റ് ചെയ്താൽ മതി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ 8, സ്മോൾ സെക്ടർ 2, ലാർജ് സെക്ടർ റേഡിയസ് 3 സെൻറ്റിമീറ്റർ. ഏരിയ ഓഫ് ലാർജ് സെക്ടർ മൈനസ് സ്മോൾ സെക്ടർ കണ്ടു കഴിഞ്ഞാൽ ഷെയ്ഡഡ് പോർഷൻ കിട്ടും. അപ്പോൾ പൈ ഇൻറ്റു ലാർജ് സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 3 റേഡിയസ് എന്ന് പറയുന്നത് 3² പൈ r² ഇൻറ്റു x/360. ആ ഇക്വേഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ലാർജ് സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പൈ r² ഇൻറ്റു x/360 ആണ്. പൈ ഇൻറ്റു r² എന്ന് പറയുമ്പോൾ 3² ഇൻറ്റു എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ 45 ഡിഗ്രി, 45/360. ഏരിയ ഓഫ് സ്മോൾ സെക്ടർ എന്ന് പറയുന്നത് പൈ ഇൻറ്റു റേഡിയസ് 2² ആണ്, 2² ഇൻറ്റു 45/360 കിട്ടും. അങ്ങനെ ഈ 3² എന്ന് പറയുമ്പോൾ 9π വരും. 9π അത് 3² 9 ആണ്, ഈ പൈയും കൂടെ 9π വരും. പിന്നെ 45/360 എന്ന് പറയുന്നത് 1/8 ആണ്. കാരണം 45 ഇൻറ്റു 8 ആണ് 360 വരിക. അപ്പോൾ 45 ഇൻറ്റു 1 45, 45 ഇൻറ്റു 8 360. അപ്പോൾ 1/8 ആണ് അതിൻ്റെ ഷോർട്ട് ഫോം. അപ്പോൾ 9π ഇൻറ്റു 1/8 മൈനസ് 4π 2² എന്ന് പറയുമ്പോൾ 4π വരും ഇൻറ്റു 1/8. അപ്പോൾ ഫസ്റ്റ് ആൻസർ എന്ത് വരും, 9π/8 വരും. സെക്കൻഡ് 4π/8 എന്ന് വരും. നമുക്കറിയാം സെയിം ഡിനോമിനേറ്റർ ആകുമ്പോൾ എന്ത് ചെയ്താൽ മതി, മുകളിലേത് സബ്ട്രാക്ട് ചെയ്യുക. 9π മൈനസ് 4π, 9 നിന്ന് 4 മൈനസ് ചെയ്താൽ 5 ആണ്, ഒരു 5π/8 ആണ് ആൻസർ. ഡ്രോ ആൻ ഈക്വലേറ്റഡ് ട്രയാങ്കിൾ ഓഫ് സൈഡ് 3 സെൻറ്റിമീറ്റർ. കൺസ്ട്രക്ട് അനദർ ട്രയാങ്കിൾ വിത്ത് സ്കെയിൽ ഫാക്ടർ 1/3. നമുക്കറിയാം 1.5 എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പറും അതിൻ്റെ ഹാഫും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ ട്രയാങ്കിൾ വരക്കുക. അപ്പോൾ ഇവിടെ 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ തന്നിരിക്കുന്ന നമ്പറും അതിനെ 3 ഭാഗമാക്കിയതിൻ്റെ നമ്പറും കൂടെ കൂട്ടുക. അതായത് ഇവിടെ ഇപ്പോൾ 3 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 3ൻ്റെ 1/3 പാർട്ട് എന്ന് പറയുമ്പോൾ 1 വരും. 1/3 പാർട്ട് 3 സെൻറ്റിമീറ്ററിൻ്റെ 3 സെൻറ്റിമീറ്റർ എന്നുള്ള വരേനെ നമ്മൾ എന്ത് ചെയ്യുക, 3 ഭാഗമാക്കി കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ചേർക്കേണ്ടത് 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 3 സെൻറ്റിമീറ്റർ ഉള്ള ഫിഗർ നമ്മൾ എന്ത് ചെയ്താൽ മതി, 4 സെൻറ്റിമീറ്റർ ആയിട്ട് വരച്ചാൽ മതി. അത് 2 തരത്തിൽ വരക്കാം. ഒന്ന് നമ്മൾ
3 സെൻറ്റിമീറ്ററുള്ള വരച്ചിട്ട് നേരിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം 4 സെൻറ്റിമീറ്ററുള്ളത് വരക്കാം. അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ വരച്ച ഫിഗറിൻ്റെ തന്നെ 2 സൈഡുകൾ എന്ത് ചെയ്യുക 1 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യാം. എന്നിട്ട് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ആ ഫിഗർ വരയാവുന്നതാണ്. 3 സെൻറ്റിമീറ്റർ എല്ലാ സൈഡും 3 സെൻറ്റിമീറ്റർ ആയിട്ട് വരക്കും. 3 ചേഞ്ചസ് ടു 3 + 1 = 4 സ്കെയിൽഡ് ബൈ 1 1/3 ആണ്. അതുകൊണ്ടാണ് 1 ആഡ് ചെയ്യുന്നത്. അതിന് 6 ആണെങ്കിൽ 6ൻ്റെ 1/3 പാർട്ട് എന്ന് പറയുന്നത് 2 ആണ്. 2 സെൻറ്റിമീറ്റർ ആഡ് ചെയ്യാം. അപ്പോൾ ഡ്രോയിങ് ഈക്വൽ ട്രയാങ്കിൾ വിത്ത് സൈഡ് 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ആയിട്ട് വരക്കും. ഇതിപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഫിഗറിൻ്റെ ഇങ്ങോട്ടേക്ക് ഒരു 1 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യാം, ഇങ്ങോട്ടേക്ക് 1 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തായിരിക്കും ഈ സൈഡും 4 തന്നെയായിരിക്കും. ഇങ്ങനെ ഒറ്റ ഫിഗറിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. Question number 16. The product of two odd numbers is 1261 and the sum is 110. What is the product of even numbers just after each? നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്റ്റ് ഓഫ് 2 ഓഡ് നമ്പേഴ്സ് ആണ്. ഒരു നമ്പർ എക്സും മറ്റേ നമ്പർ വൈയും ആയിട്ട് എടുക്കാം, 2 നമ്പർ. പിന്നെ നമുക്ക് ഒരു നമ്പർ എക്സ് ആണെങ്കിൽ മറ്റേ നമ്പർ x+2 ആയിട്ട് എടുത്താലും തെറ്റൊന്നുമില്ല, നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള മെത്തേഡ് എന്ന് പറയുന്നത് 2 വേരിയബിൾ എടുത്തിട്ടുള്ള ഒരു മെത്തേഡാണ്. What is the product of even number just after each? What is the product of odd number just after each? ആദ്യം ഞാൻ തന്നിരിക്കുന്ന നമ്മുടെ ഓഡ് നമ്പറിന് എക്സും വൈ ആയിട്ട് എടുക്കുന്നു. എക്സ് ആൻഡ് വൈ ആർ 2 ഓഡ് നമ്പേഴ്സ്. അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ x × y ആണ് 1261 വരാം. എക്സ് വൈ = 1261. അപ്പോൾ x+y എന്ന് പറയുന്നത് 110 കിട്ടും. x+1 × y+1 x+1 × y+1 അതായത് നമ്മളോട് പറയുന്നുണ്ട് എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നത്തത് എത്രയാണെന്ന് ചോദിക്കുന്നത്, അതിൻ്റെ പ്രൊഡക്റ്റ് എത്രയാണെന്ന്. ഇതിൻ്റെ തന്നെ ഈ ഓഡ് നമ്പറിൻ്റെ തന്നെ തൊട്ടടുത്ത് ഈവൺ നമ്പറിൻ്റെ പ്രൊഡക്റ്റ് എത്രയാണ്. ഇപ്പോൾ ഈവൺ നമ്പർ ഓഡ് നമ്പറിനോട് ഈവൺ നമ്പർ കിട്ടാൻ 1 ആഡ് ചെയ്താൽ കിട്ടും. ഇപ്പോൾ 3ഉം 5 ഓഡ് നമ്പർ ആണെങ്കിൽ 3 + 1 4ഉം കിട്ടും, 5 + 1 6 എന്നും കിട്ടും. അതുപോലെ അപ്പോൾ x+1ഉം y+1ഉം എടുത്ത് അതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടപ്പോൾ നമുക്ക് xy + x+y + 1 കിട്ടും. അപ്പോൾ xyക്ക് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക 1261. xyക്ക് പകരം 110ഉം ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു 1ഉം ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആൻസർ 1372 കിട്ടും. അടുത്ത് നമ്മളോട് പറയുന്നത് വീണ്ടും അതിനേക്കാൾ 1 കൂടിയത്, അതായത് ഈവൺ നമ്പറിനേക്കാളും 1 കൂടിയ ഓഡ് നമ്പറിൻ്റെ പ്രൊഡക്റ്റ് എത്രയാണ്. അപ്പോൾ വീണ്ടും 1 ആഡ് ചെയ്യുക. ഇതിനോട് x+1നോട് 1 ആഡ് ചെയ്ത് x+2 ആവും. അതുപോലെ y+1നോട് 1 ആഡ് ചെയ്ത് y+2 ആവും. ഇതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടപ്പോൾ xy + 2x + 2y ഇത് നമ്മൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് വേണം. x × y xy കിട്ടും, x × 2 2x കിട്ടും, 2 × y 2y കിട്ടും, പിന്നെ 2 × 2 4 എന്നും കിട്ടും. xy അങ്ങനെ തന്നെ ഇടും. ഇവിടെ 2x 2y എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന x+y ഡബിൾ ആണ്. ഇവിടെ 2x 2y എന്ന് പറഞ്ഞാൽ x+y ഡബിൾ ആണ്, പിന്നെ +4 ഉണ്ട്. തന്നിരിക്കുന്ന നമ്പർ അതായത് തന്നിരിക്കുന്ന 1261ഉം അതിൻ്റെ കൂടെ x+y ഡബിളും പിന്നെ നമ്മുടെ 4ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1485 ആണ് ആൻസർ കിട്ടുക. Next question. One side of the equilateral triangle is on the number line between -2 and 4. നമ്മുടെ ഈക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ സൈഡ് നമ്മളിപ്പോൾ നമ്പർ ലൈൻ ഇങ്ങനെ വരഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പം ഇവിടെ -2 ഉണ്ട്, -1 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ ഈക്വൽ ട്രയാങ്കിളിൻ്റെ സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് മുതൽ ഇത്ര വരെയുള്ളതാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. നമുക്കറിയില്ല അത് എങ്ങോട്ടേക്കാണ് പോയിട്ടുള്ളത്. ഒരു സൈഡ് -2 മുതൽ 4 വരെ ഉണ്ട് എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്. അപ്പോൾ -2 മുതൽ 4 വരെയുള്ള ലെങ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ സൈഡിൻ്റെ ലെങ്ത് കിട്ടും. വിച്ച് നമ്പർ കംസ് ഓൺ ദ മിഡ് പോയിന്റ് ഓഫ് സൈഡ് ഓൺ ദ നമ്പർ ലൈൻ. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിന്റ് എന്താണെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 വരുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1, ഇവിടെ 1 2 3 വരും. അങ്ങനെ 1 2 3 ഏത് നമ്പറാണ് നമ്മുടെ കോമൺ ആയിട്ട് വരുന്നത്, 1 ആണ് വരുന്നത്. മിഡ് പോയിന്റ് 1 ആണ്. Which number comes on the third midpoint side on the number line. Next is a question. What is the height of this triangle? Triangle height ആണ് നമ്മുടെ a question ആൻസർ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ഈക്വൽ ട്രയാങ്കിൾ മോഡ് 4 - -2 = മോഡ് 6 = 6 എന്ന് കിട്ടും. നമ്മുടെ മിഡ് പോയിന്റ് കാണുന്നത് ഞാൻ ഇവിടെ കാണിച്ചിട്ട് മിഡ് പോയിന്റ് കാണുന്ന ഇക്വേഷൻ ഉണ്ട്. നമുക്ക് തന്നിരിക്കുന്ന 2 നമ്പറും കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് /2 എടുക്കുക. 2 നമ്പർ ഒന്ന് -2 ഒന്ന് +4 ആണ്. -2 + 4 എന്ന് പറയുമ്പോൾ 4 - 2 എന്ന് പറയുമ്പോൾ 2 ആണ് കിട്ടുക. വലുതെന്ന് ചെറുത് മൈനസ് ചെയ്യുക. 2/2 = 1 ആൻസർ കിട്ടും. സി ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, അതായത് മൊത്തം 6 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇത്ര വരെ എന്താണ് 3 സെൻറ്റിമീറ്റർ ആണ് കിട്ടുക. ഇതൊരു ഈക്വൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇവിടെയും 60 ഇവിടെയും 60 ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഹൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 30 ഡിഗ്രി ആയിട്ട് മാറും. അപ്പോൾ 30ൻ്റെ ഓപ്പോസിറ്റ് 3, ശരിക്കും ഇവിടെ 1:2 നമ്മുടെ 16ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ √3 ഇവിടെ 2 എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ 3 ആകുമ്പോൾ നമുക്ക് ടോട്ടൽ 6 ആണ്. അപ്പോൾ ഇവിടെ 6 തന്നെ വരും, അത് കുഴപ്പമില്ല, അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല.
നമ്മുടെ ഇവിടെ നോക്കിയാൽ ഈ 1 ഉള്ളത് 3 ആയിട്ട് മാറിയാൽ ഇവിടെ √3 ഉള്ളത് എന്താവും 3√3 എന്നാവും. റേഷ്യോ നോക്കുക, 30 ഓപ്പോസിറ്റ് 1, 60 ഓപ്പോസിറ്റ് √3, 90 ഓപ്പോസിറ്റ് 2 ആണ്. അതിൽ 13ൻ്റെ ഓപ്പോസിറ്റ് 3 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ 16ൻ്റെ ഓപ്പോസിറ്റ് 3√3 ആണ് ആൻസർ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 18. In the figure PQ is parallel to BC, name two triangles having equal angles. അപ്പോൾ ഇവിടെ ഈക്വൽ ആംഗിൾസ് വരുന്നത് നമുക്കറിയാം, ഇത് രണ്ടും പാരലൽ ആകുമ്പം PAQയും BACയും PAQയും അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം ABC, ഇവിടെ മുകളിൽ നിന്ന് പറയാം ABCയും APQ ആണ് ഒരേ ഏരിയ വരുന്ന രണ്ട് ട്രയാങ്കിൾ വരിക. ഇഫ് AB is to AP equal to 3:2, then what is BC is to PQ? നമുക്കറിയാം സൈഡ് പറയുന്നത് AP is to AB ആണ്. AB is to AP എന്ന് പറയും. അതായത് ഇത് 3യും ഇത് 2 ആണെങ്കിൽ ഇപ്പോഴത്തെ എല്ലാ സൈഡും എന്തായിരിക്കും നമുക്ക് 3:2 എന്നുള്ള റേഷ്യോയിൽ തന്നെയാണ് ഉണ്ടാവുക. BC is to PQ, അതായത് ഈ വലിയ സൈഡും ഈ സൈഡും 3:2 ആയിരിക്കും. അതുപോലെ ACയും AQയും എന്ത് തന്നെയായിരിക്കും 3:2 എന്നുള്ള റേഷ്യോയിൽ തന്നെയാണ് ഉണ്ടാവുക. If the perimeter of triangle APQ is 20 cm, then what is the perimeter of ABC? APQ 20 ആണെങ്കിൽ, അതായത് 2 ആണ് അതിൻ്റെ റേഷ്യോ വരുന്നത്. അപ്പോൾ APQ 20 ആണെങ്കിൽ ABC എന്തായിരിക്കും 30 ആയിരിക്കും. അത് 3:2 അപ്പോൾ 220 ആകുമ്പോൾ 3 എന്താവും 30 ആയിട്ട് മാറും. ട്രയാങ്കിൾ ABC APQ ആണ് സെയിം ഏരിയ വരുന്നത്. അതിൻ്റെ റേഷ്യോ 3:2 തന്നെയാണ്. സി എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ ഏരിയ 30 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. 2 semicircles of equal radius are drawn in a circle of diameter 4 cm. ഇവിടുന്ന് ഇത്ര വരെ 4 cm ആണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ വെച്ചിട്ട്, അതായത് ഇവിടുത്തെ പകുതി ഇത് സെൻറ്റർ ആണ് അല്ലേ. അപ്പോൾ ഈ സെൻറ്ററിന് ഇവിടെ ഇവിടെ ഒരു സെമി സർക്കിൾ വരഞ്ഞിട്ടുണ്ട്, അതുപോലെ ഇതുപോലെ സെമി സർക്കിൾ വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫൈൻഡ് വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് സെമി സർക്കിൾ. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ ഡയമീറ്റർ എന്താണ് 4 ആണ്. അപ്പോൾ ചെറുതിൻ്റെ ഡയമീറ്റർ ഇവിടുന്ന് ഇത്ര വരെ 2 ആയിരിക്കും, ഇവിടുന്ന് ഇത്ര വരെ 2 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് 1 ആയിരിക്കും, ഇവിടുന്ന് ഇത്ര വരെ 1 ആയിരിക്കും. ഫൈൻഡ് ദ ഏരിയ ഓഫ് കളേർഡ് റീജിയൻ. കളേർഡ് റീജിയൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഇതും കൂടെ ജോയിൻ ചെയ്ത ഒരു സർക്കിളായിട്ട് മാറും. ഈ കളർ ചെയ്ത റീജിയൻ πr² ആണ് ഏരിയ. സർക്കിളിൻ്റെ ഷേപ്പ് കുഞ്ഞ് സർക്കിളാണ്, റേഡിയസ് 1 ഉള്ള. πr² എന്ന് പറയുമ്പോൾ π × 1² π വരും. ചെറിയ രണ്ട് സർക്കിൾ കൂടിയിട്ട് വലിയ സർക്കിൾ ആകുന്നത് കൊണ്ടാണ് π × 1² എടുക്കുന്നത്. അതിൻ്റെ റേഡിയസ് 1 cm ആണ്. ഏരിയ കാണുമ്പോൾ πr², അതായത് ഈ സർക്കിളും ഈ സർക്കിളും കൂടെ ഒരു ഫുൾ സർക്കിളായിട്ട് മാറും. റേഡിയസ് 1 ആണ്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ഇവിടെ നിന്ന് ഇത്ര വരെ 1 ആണ്. ഡയമീറ്റർ ആണ് 2 എന്ന് പറയുന്നത്. അപ്പോൾ πr² π × 1² π തന്നെ വരും. ഇനി ഏരിയ ഓഫ് ലാർജ് സർക്കിൾ എന്ന് പറയുന്നത്, ലാർജ് സർക്കിൾ എന്ന് പറയുമ്പം അതിൻ്റെ ഡയമീറ്റർ 4 ആണ്. അപ്പോൾ റേഡിയസ് 2 cm ആണ് വരിക. ഏരിയ ഓഫ് ലാർജ് സർക്കിൾ എന്ന് പറയുന്നത് πr² π × 2² 4π എന്ന് വരും. നമുക്ക് അൺഷെയ്ഡഡ് പാർട്ട് കാണണം, കാരണം ഈ ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഈ ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഡ് ചെയ്യാത്തത് അവിടെ കാണിച്ചിരിക്കുന്ന ഈ വെള്ള കളറിൽ കാണുന്ന ഭാഗത്ത് തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ടോട്ടൽ സർക്കിളിന് ആ ഷെയ്ഡ് ചെയ്ത പാർട്ട് അങ്ങോട്ട് കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ 4π നമ്മൾ എന്ത് ചെയ്യുക, π കുറക്കുക. ഇതാണ് ഷെയ്ഡ് പാർട്ടിൻ്റെത്, ഇത് ടോട്ടൽ. അപ്പോൾ ടോട്ടലിൽ നിന്ന് എന്ത് ചെയ്യുക, ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 3π ആണ് ആൻസർ കിട്ടുക. അപ്പോൾ ഏരിയ ഓഫ് അൺഷെയ്ഡഡ് എന്ന് പറയുമ്പോൾ 3π. Question number 20. Find the distance between which numbers x should lie to satisfy the equation mod x minus 1 is less than 2. Find integers satisfying the equation. നമ്മുടെ റിയൽ നമ്പേഴ്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ചാപ്റ്ററിൽ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോഡൽ x minus 1 less than 2 എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം x minus 1 equal to 2 എന്ന് എടുക്കാം. ദെൻ x equal to 2 plus 1. ഇവിടെ 2 ഉണ്ട്, ഈ -1 അങ്ങോട്ടേക്ക് പോകുമ്പോൾ +1 അങ്ങനെ 3 കിട്ടും. നെക്സ്റ്റ് x minus 1 equal to -2 എന്ന് എടുക്കാം. അപ്പോൾ x minus 1 less than 2 ആണെങ്കിൽ നമ്മൾ ആദ്യം equal to 2 എടുക്കാം, പിന്നെ equal to -2 എടുക്കാം. ദെൻ x equal to -2, ഈ -1 അങ്ങോട്ടേക്ക് പോകുമ്പോൾ അത് +1 ആവും. അങ്ങനെ നമ്മുടെ -2 + 1 -1 കിട്ടും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് -1 ആണ് ചെറുത്, 3 ആണ് വലുത്. അപ്പോൾ -1 less than x less than 3 എന്നാണ് വരിക. അപ്പോൾ ബി ക്വസ്റ്റ്യൻ അതിനകത്ത് വരുന്ന ഇൻറ്റീജേഴ്സ്, അത് -1നും 3ക്കും ഇടയിൽ വരുന്ന നമ്പർ ലൈനിലുള്ള ഇൻറ്റീജേഴ്സാണ്. അപ്പോൾ ഇവിടെ -1 ഉണ്ട്, ഇവിടെ എന്തുണ്ട് 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ ഇതും ഉണ്ടാവാൻ പാടില്ല, ഇതും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ 1 0 1 2, അപ്പോൾ ഈ 3 നമ്പറാണ് ഇൻറ്റീജേഴ്സ് ആയിട്ട് ഉണ്ടാവുക. ക്വസ്റ്റ്യൻ നമ്പർ 21. P of x equal to 3x² minus 2x plus 1 is a polynomial. What is the degree of this polynomial? ഡിഗ്രി എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലുതാണ്. ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ് വരിക. ഏറ്റവും വലിയ നമ്പറാണ് ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിഗ്രി, ഇവിടെ സ്ക്വയർ വന്നാൽ സെക്കൻഡ് ഡിഗ്രി, ഇവിടെ 3 ആണെങ്കിൽ തേർഡ് ഡിഗ്രി, ഇവിടെ 4 ആണെങ്കിൽ ഏതാണ് ഏറ്റവും വലിയ പവർ എക്സിൻ്റെ പവറായിട്ട് വരുന്നത്, അതിനെയാണ്
ഡിഗ്രി കൂടുതൽ. വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഡിഗ്രിയാണ്. അടുത്തത് ഫൈൻഡ് P(1), P(-1) ആൻഡ് P(0). P(0) നമുക്കൊരു ഡൗട്ടും ഇല്ലാണ്ട് എഴുതാൻ പറ്റും. അതിൻ്റെ അകത്ത് എക്സ് ഇല്ലാത്ത ആ ഒരു നമ്പറാണ് P(0) ഉണ്ടാവുക. ഇവിടെ ഇപ്പോൾ ഒരു -5 എന്നാണെങ്കിൽ ആൻസർ -5 ആയിരിക്കും. പ്ലസ് വന്നാൽ പ്ലസ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ -3 ആണെങ്കിൽ -3. ആ നമ്പറിൻ്റെ ഇടതുവശത്ത് സൈൻ ഉണ്ടെങ്കിൽ നെഗറ്റീവ് അടക്കം എടുത്ത് എഴുതണം 0 എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് P(1) എന്ന് പറയുമ്പോൾ ഇവിടെ 1 കൊടുക്കുക. 3 × 1² - 2 × 1 + 1 വരും. അങ്ങനെ 3 - 1² എന്ന് പറയുമ്പോൾ 1 ആണ് വരിക. 1 × 3 3 വരും. 3 - 2 + 1. 3 ന്ന് 2 മൈനസ് ചെയ്താൽ 1 വരും. 1 + 1 2 വരും. അടുത്തത് -1 കൊടുക്കുക. 3 × -1² - 2 × -1 + 1. -1 × 1 വരും. 1 × 3 3 തന്നെ വരും. ഈ -2 -1 എന്ത് വരും? +2 വരും. പിന്നെ ഇവിടെ ഒരു +1 ഉള്ളത്. ടോട്ടൽ ആഡ് ചെയ്താൽ 6 ആണ് വരിക. അപ്പം നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 21 വരെയുള്ളതാണ്. ഇനി 22 മുതൽ 29 വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ വരയ്ക്കും അടുത്ത വീഡിയോക്ക് വരാം. അതുവരേക്കും ബായ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ.